ടാരറ്റ് ഹീലിംഗ് വിത്ത് ശ്രീരുദ്രയിലേക്ക് ഏവർക്കും സ്വാഗതം. മീനൻ രാശിക്കാർക്ക് ഈ വാരം എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ഒരു റീഡിംഗ് ആണ്. വീഡിയോ മുഴുവൻ കാണാൻ ശ്രദ്ധിക്കുക. നിങ്ങളിൽ മീനൻ രാശിക്കാരിൽ ചിലർക്കെങ്കിലും ഇത് റെസനേറ്റായി എന്ന് വരാം. ദോഷസംബന്ധമായ കാര്യങ്ങൾക്കോ പെൻഡുലം ഹൗസിങ്ങിനോ ഒക്കെ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ദോഷസംബന്ധമായ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നതാണ്. ഇന്നിപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. മീനൻ രാശിക്കാർക്ക് പാസ്റ്റിലെ കാർഡ് 4 ഓഫ് കപ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. അതായത് ആഘോഷങ്ങളിലൂടെയും കൂട്ടായ്മകളിലൂടെയൊക്കെ നിങ്ങളൊരു സന്തോഷപൂർവ്വമായ ഒരു കാലഘട്ടത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ചില അനുഭവങ്ങളും അവസരങ്ങളും വന്നിട്ടും അതിലോട്ടൊന്നും ശ്രദ്ധ ചെലുത്തുവാൻ നിങ്ങൾക്കായിട്ടില്ല. ഉള്ളതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനാവാത്ത അവസ്ഥ, മറ്റെന്തിനോ വേണ്ടിയുള്ളൊരു കാത്തിരിപ്പായിരുന്നു കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നത്. കറണ്ട് എനർജിയിൽ പ്രസൻറ്റിൽ കാണുന്നത് ജഡ്ജ്മെൻറ്റ് എന്ന കാർഡാണ്. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വേക്കപ്പ് കാൾ പോലെ ഒരു മാറ്റം നടക്കാനുള്ളൊരു സമയമാണ് എന്നാണ് ജഡ്ജ്മെൻറ്റ് എന്ന കാർഡിലൂടെ യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നത്. ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള തെറ്റുകളും അനുഭവങ്ങളും വിശകലനം ചെയ്ത് പുതുതായി മുന്നോട്ട് പോകാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിലുള്ളത്. അതിനുവേണ്ടിയുള്ള എഫേർട്ടാണ് നിങ്ങൾ ഇപ്പോൾ എടുക്കേണ്ടത്. കരിയർ റിലേറ്റഡ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് 10 ഓഫ് സോൾസ് ആണ്. അതായത് കരിയറിൽ ഒരു ഘട്ടം നിങ്ങൾക്ക് അവസാനിച്ചിരിക്കുന്നു. പഴയ രീതിയിൽ നടത്തി വന്നിരുന്ന പ്രവർത്തനങ്ങളിൽ ഒരുപാട് വെല്ലുവിളികളും തിരിച്ചടികളും ആണ് ഉണ്ടായിരുന്നത്. ഇത് വേദനാജനകമായ ഒരു കാലമായിരുന്നു എങ്കിലും പുതുതായി പുതിയ പ്രവർത്തനങ്ങൾ കരിയർ റിലേറ്റഡായി ഉണ്ടാകാനാണ് ഇനിയുള്ള സാധ്യത. ഒരു കരിയറിലൊരു പുതിയ പ്രഭാതമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഫിനാൻഷ്യലി നോക്കുമ്പോൾ 9 ഓഫ് പെൻറ്റക്കിൾസ് ആണ് കാണുന്നത്. അതായത് നിങ്ങൾ സാമ്പത്തികമായി സ്വയം പര്യാപ്തത, സ്ഥിരത, സുരക്ഷിതത്വം ഇവ നേടിയിരിക്കുന്നു. അതായത് നിങ്ങൾ ഇതുവരെ പരിശ്രമിച്ചതിൻ്റെ ഫലം, നിങ്ങൾ വർക്ക് റിലേറ്റഡായി അധ്വാനിച്ചതിൻ്റെ ഫലം ലഭിക്കാനുള്ളൊരു സമയമാണിത്. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ധനം ചിലവഴിക്കാനും സമ്പാദിക്കാനും നിങ്ങൾക്ക് ഈ വാരം സാധിക്കുമെന്നാണ് ഈ 9 ഓഫ് പെൻറ്റക്കിൾസ് സൂചിപ്പിക്കുന്നത്. കംഫർട്ട് സോണിൽ എത്താനുള്ളൊരു കാർഡാണിത്. കരിയറിലുള്ള ബുദ്ധിമുട്ടുകൾ അവസാനിച്ചിരിക്കുന്നു. അബണ്ടൻസ് നിങ്ങളിലേക്ക് എത്താൻ പോകുന്നു. ഫാമിലിക്ക് കിട്ടിയിരിക്കുന്നത് 5 ഓഫ് വാൺസ് ആണ്. കുടുംബത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ വാരത്തിൽ ഉരുത്തിരിഞ്ഞേക്കാം. വാക്കുതർക്കങ്ങളോ ചെറിയ കലഹങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ളൊരു സമയമായതിനാൽ നിങ്ങൾ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അത് വരാതിരിക്കാനായിട്ടുള്ള പ്രിക്കോഷൻസ് എടുക്കുക. അനാവശ്യ മത്സരങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകേണ്ടതാണ്. കുടുംബത്തിൽ ഐക്യം നിലനിർത്തുവാനും കുടുംബാംഗങ്ങളുമായി സഹകരണപൂർവ്വം പെരുമാറാനും ഈ വാരം നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക. ഗൈഡൻസ് ആയിട്ട് ദ ഹാങ്ഡ് മാൻ നിങ്ങൾക്ക് നൽകുന്നത്, ഇപ്പോൾ ഒരു സഡൻ ആക്ഷൻ എടുക്കുന്നതിനേക്കാൾ കാര്യങ്ങളെ പുതിയൊരു കാഴ്ചപ്പാടിലൂടെ അത് കരിയറിലായാലും ഫിനാൻസിലായാലും ഫാമിലിയിലായാലും കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. സമാധാനവും ക്ഷമയും ആവശ്യമായ ഒരു വാരമാണിത്. അതിനാൽ വേണ്ട കരുതലുകളോടെ അതായത് ലൈഫിലെ ഓരോ ഭാഗത്തിലേക്കും നിങ്ങളുടെ ശ്രദ്ധ അത്യാവശ്യമാണ്. ഔട്ട്കമായി ഏസ് ഓഫ് കപ്സ് നൽകുന്നത്, വികാരപരമായ ഒരു പുതിയ തുടക്കം ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് സന്തോഷവും സ്നേഹവും ആത്മസംതൃപ്തിയും നൽകുമെന്നാണ് യൂണിവേഴ്സ് ഈ കാർഡിലൂടെ നിങ്ങളെ അറിയിക്കുന്നത്. ഇത് ആത്മീയപരമായ ഉയർച്ചയും ബന്ധങ്ങളുടെ വളർച്ചയ്ക്കും നിങ്ങളെ സഹായിക്കും എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. പുതിയ പല സൃഷ്ടിപരമായ പദ്ധതികളിലും നിങ്ങളിലേക്ക് എത്തുവാൻ സാധ്യതയുണ്ട്. അതിനാൽ എല്ലാവരും ശ്രദ്ധയോടുകൂടെ ഇരിക്കുക. ഈ ശുഭകരമായ ഒരു വാരം മീനൻ രാശിക്കാർക്ക് ആശംസിക്കുന്നു. ഈ റീഡിംഗ് നിങ്ങൾക്ക് റെസനേറ്റായി എന്ന് വിശ്വസിക്കുന്നു. എനിക്ക് മുന്നോട്ടുള്ള എൻ്റെ പാതയിൽ നിങ്ങളുടെ പൂർണ്ണമായ സഹകരണം ആവശ്യമാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മറക്കരുത്. ഏവർക്കും ശുഭകരമായൊരു വാരം ആശംസിക്കുന്നു. യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് എല്ലാവർക്കും ഉണ്ടാകട്ടെ. നന്ദി, നമസ്കാരം.